ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ യു എയിലാണുള്ളത്. യു എയിൽ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ വെതർ ഒരു വലിയ ചലഞ്ചായിരുന്നു. വേറൊരു സൈഡ് നോക്കുകയാണെങ്കിൽ ഫുള്ള് എ സി, ഡ്രൈനെസ്. ഈ ഡ്രൈനെസ്സിൻ്റെയൊക്കെ സൊല്യൂഷന് വേണ്ടിയിട്ട് ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്രീം ട്രൈ ചെയ്ത് നോക്കി. അത് വേറെ ആരുമല്ല, നമ്മുടെ സെറാവെ മോയ്സ്ചറൈസറാണ്. ഡെർമറ്റോളജിക്കലി റെക്കമെൻഡഡ് പ്രോഡക്റ്റും കൂടെയാണിത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അതുപോലെ ഇത് ഓയിലി സ്കിന്നുകാർക്ക് സ്യൂട്ടാകുമോ, അതുപോലെ തന്നെ ഇന്ത്യയിലെയും നമ്മുടെ യു എയിലെയും പ്രൈസ് ഡിഫറൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം സ്കിപ്പ് ചെയ്യാതെ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഒരു വീഡിയോ ഓരോ പാർട്ട് വൈസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇത് നമ്മുടെ സ്കിൻ ബാരിയറെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു 2 വീക്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡ്രൈ റഫ് പാച്ചസൊക്കെ വാനിഷ് ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. നമുക്ക് സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. നോൺ ഇറിറ്റേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ബേണിംഗ് സെൻസേഷൻ ഒന്നും ഇല്ല ഇതിന്. നോൺ ഗ്രീസി ഫോമുലേഷൻ ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു തിക്ക് ഫോമുലേഷൻ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ചില ക്രീംസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഹെവി ഫീലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഫീലൊന്നും ഇതിനില്ല. ഒരു ലൈറ്റ് വെയ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ യു എയിലെ വെതറിന് കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല, നമുക്ക് മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഹാൻഡ്സിൽ, ഫേസിൽ, ബോഡിയിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് മെയിനായിട്ട് വരുന്നത് സെറാമൈഡാണ്. സെറാമൈഡ് നമ്മുടെ സ്കിൻ ബാരിയറെ സ്ട്രോങ് ആക്കാനും അതുപോലെ നമ്മുടെ ഫേസിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്നുമൊക്കെ വാട്ടർ കണ്ടൻറ്റിനെ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടൻറ്റാണ് സെറാമൈഡ്. പിന്നെ രണ്ടാമത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഹൈലൂറോണിക് ആസിഡാണ്. അത് നമ്മുടെ സ്കിന്നിനെ നല്ല സ്മൂത്താക്കി വെക്കാനും അതുപോലെ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പെട്രോളിയം, ഡൈമെഥിക്കോണും ഒക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ മോയ്സ്ചർ കണ്ടൻറ്റിനെ ലോക്ക് ചെയ്തിട്ട് ഫേസ് നല്ല സ്മൂത്താക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്രീമിന് MVE ടെക്നോളജിയാണുള്ളത്. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് ഹൈഡ്രേഷൻ ഒരു ടൈമിൽ മാത്രമല്ല കിട്ടുന്നത്. നമ്മൾ ഒരു ദിവസം ഒരു നേരം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചധികം നേരം നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു സിമ്പിൾ ക്രീമല്ല, നമ്മൾ സയൻസ് ബേസ്ഡ് ഒരു ഹൈഡ്രേഷൻ തന്നെയാണ്. ഇനി തേർഡ് പാർട്ടിൽ ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് എൻ്റെ റിവ്യൂ ആണ്. അതായത് ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. ചില സമയത്ത് പക്ഷേ സെൻസിറ്റീവ് ആറുണ്ട്. ഞാൻ ഈ ക്രീം യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു ഫസ്റ്റ് വീക്ക് തന്നെ എൻ്റെ സ്കിന്ന് നല്ല സ്മൂത്ത് ആയതുപോലെ തോന്നി. അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ട്സ് ഒന്നും വരുന്നില്ല, ബേണിംഗ് സെൻസേഷൻ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമുക്ക് ഈ ക്രീം അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രം ഒരു തിക്ക് ഫീൽ തോന്നാറുണ്ട്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം ആ ഒരു ഹെവി ഫീല് മാറി നല്ല സ്മൂത്തായിട്ട് അങ്ങ് നല്ല രീതിക്ക് അബ്സോർബായി പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്രീമിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് നമുക്ക് മേക്കപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് മിക്കവാറും നമ്മൾ മോയ്സ്ചറൈസർ നമ്മൾ മേക്കപ്പിന് മുമ്പാണ് ഇടുന്നത്. ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് നല്ലൊരു ബെസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാനിത് മെയിൻലി യൂസ് ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ്. പിന്നെ നല്ല ഡ്രൈനെസ് ഉള്ള സ്കിന്നാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾ മോർണിംഗിലും നൈറ്റിലും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ പറയുന്നത് ഇത് ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്നാണ്. നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് സ്യൂട്ടബിൾ ആകുന്ന ഒരു ക്രീമാണിത്. അതുപോലെ കോമ്പിനേഷൻ സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ അല്ലെങ്കിൽ ആക്നി പ്രോൺ സ്കിന്നാണെങ്കിൽ നിങ്ങൾ മോർണിംഗ് റൊട്ടീനിൽ നിങ്ങൾക്കൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നൈറ്റ് ടൈമിൽ മാത്രം ഈ ഒരു സെറാവയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ മോർണിംഗിലും നൈറ്റിലും സ്മോൾ എമൗണ്ടിൽ മാത്രം എടുത്തിട്ട് ജെൻലി മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലും ബോഡീസിലും എൽബോസിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു ഹൈജീൻ ടിപ്പ് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ജാർ ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾവേസ് സ്പാച്ചുല യൂസ് ചെയ്യുക. ഈ പം വേർഷൻ കിട്ടും, അതാണ് കുറച്ചും കൂടെ ബെസ്റ്റ്.
പിന്നെ നമുക്കിത് സൺസ്ക്രീനിൻ്റെ അടിയിലും സേഫായിട്ട് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മേക്കപ്പിൻ്റെ അടിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്ക് ഈ സെറം ടോണർ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു ചെറിയ ട്യൂബാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, ഒരു 50 ml വരുന്നത്. അതിനിവിടെ ഏതാണ്ട് 30 ദിറംസൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ 400 രൂപ എന്തോ ആണ്. പക്ഷേ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവിടെ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ എനിക്ക് കുറച്ച് കമൻറ്റ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഒന്നിനും റിപ്ലൈ തന്നിട്ടില്ല, ഞാൻ കുറച്ച് ബിസി ആയി പോയതുകൊണ്ടാണ്. എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.